ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ വിചാരണ ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ശരി, വരൂ, ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആരാണെന്ന് വെച്ചാൽ വളരെ പ്രസിദ്ധനായ ലീഡർ. പല പോരാട്ടങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പല നിർണായക ഘട്ടങ്ങൾ കടന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിൽ തനിക്കുന്ന ഒരു സ്ഥാനം നേടിയിട്ടുണ്ട്. നെഞ്ചിൽ ബുള്ളറ്റും കൊണ്ടിട്ടുണ്ട്, ലാത്തി വെച്ചുള്ള അടിയും വാങ്ങിച്ചിട്ടുണ്ട്, ജയിലിലും പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ലീഡർ തന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരെ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. പ്ലീസ് വെൽക്കം ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ അധീർ രഞ്ജൻ ചൗധരി. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ആപ്കി അദാലത്തിലെ നമ്മുടെ ജഡ്ജിയാണ്. പ്രത്യേകതകൾ നിറഞ്ഞൊരു വ്യക്തിയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ തൊട്ടറിയാം, എന്റെ കൂടെ പഠിച്ചതാണ്. അതിനുശേഷം ജേർണലിസത്തിൽ വളരെ ഉന്നതിയിലെത്തിയിരിക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിലും ഹിന്ദുസ്ഥാൻ ടൈംസിലും ഒക്കെ ജോലി ചെയ്തിരുന്നു. ഗോർജിയൻ ന്യൂസ് പേപ്പറിന്റെ മാനേജിംഗ് ന്യൂസ് എഡിറ്ററാണ്. പ്ലീസ് വെൽക്കം പങ്കജ് ബോറ. അടുത്തതായി നമ്മൾ ആപ്കി അദാലത്തിൽ വിചാരണ തുടങ്ങുന്നതിന് മുൻപായി, ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ തുടങ്ങുന്നതിന് മുൻപായി ഇതിനുള്ള ഉത്തരവ് നമ്മുടെ ജഡ്ജി നൽകേണ്ടതുണ്ട്. അതിനുശേഷം ഇന്നത്തെ വിചാരണ തുടങ്ങാം. വിചാരണ തുടങ്ങട്ടെ. അതിനു മുൻപായി ആദ്യത്തെ കുറ്റാരോപണം അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പക്ഷെ അതിനു മുൻപായി ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ ഒന്ന് നോക്കാം. കോൺഗ്രസിന്റെ സീനിയർ ലീഡർ അധീർ രഞ്ജൻ ചൗധരിയെ നവാബ് ഓഫ് മുർഷിദാബാദ് എന്നാണ് വിളിക്കുന്നത്. അധീർ രഞ്ജൻ ചൗധരി വെസ്റ്റ് ബംഗാളിലുള്ള മുർഷിദാബാദിൽ നിന്നും 5 പ്രാവശ്യം ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അധീർ രഞ്ജൻ ചൗധരി ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു. കേന്ദ്രത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരണം നടക്കുമ്പോൾ അധീർ രഞ്ജൻ ചൗധരി റെയിൽവേ ഡിപ്പാർട്ട്മെന്റിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിന്റെ ചുമതലയിലുണ്ടായിരുന്നു. ഇദ്ദേഹം ലോക്സഭയിൽ വരുന്നതിന് മുൻപ് വെസ്റ്റ് ബംഗാളിൽ ഇദ്ദേഹം വിധാൻസഭയുടെ മെമ്പറായും പ്രവർത്തിച്ചു. പല പോരാട്ടങ്ങൾക്ക് ശേഷം രാഷ്ട്രീയത്തിലേക്ക് കടന്ന ഇദ്ദേഹം അവിടെയും ശോഭിച്ചു. രാഷ്ട്രീയത്തിലും തന്റെ കഴിവ് തെളിയിച്ചു. കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം അധീർ രഞ്ജൻ ചൗധരി സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകനിൽ നിന്നും പശ്ചിമ ബംഗാളിൽ പ്രദേശ് അധ്യക്ഷൻ എന്ന പദവിയും വഹിച്ചു. അധീർ രഞ്ജൻ ചൗധരി തന്റെ തീ പറക്കുന്ന ചോദ്യങ്ങൾ കൊണ്ട് എപ്പോഴും വിവാദങ്ങളിലും കുടുങ്ങാറുണ്ട്. ആപ്കി അദാലത്തിൽ അധീർ രഞ്ജൻ ചൗധരി തനിക്കെതിരായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അദ്ദേഹം തന്നെ നൽകുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ വിചാരണ തുടങ്ങാം. അതിനു മുൻപ് ആപ്കി അദാലത്തിൽ അദ്ദേഹത്തിന്റെ മേലുള്ള കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ കോൺഗ്രസിന്റെ സീനിയർ ലീഡർ അധീർ രഞ്ജൻ ചൗധരിയുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം, അതായത് അദ്ദേഹം എപ്പോഴും ഇംപേഷ്യന്റായി പ്രവർത്തിക്കുന്നുവെന്ന്. അധീർ രഞ്ജൻ സർ, താങ്കളുടെ പേരിന്റെ അർത്ഥം നോക്കുമ്പോ അധീർ എന്ന് വെച്ചാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത, അധീർ എന്ന് വെച്ചാൽ കൂടുതലായ, അധീർ എന്ന് വെച്ചാൽ ഒരു പടപടപ്പ്. സോ ഈ ഇംപേഷ്യന്റ് എന്നുള്ളത് താങ്കൾക്ക് ഇപ്പോഴാണോ സംഭവിച്ചത്, അതോ കുട്ടിക്കാലം മുതലേ അങ്ങനെ ഉണ്ടോ? എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പേര് വെക്കുന്ന സമയത്ത് തീർച്ചയായും നല്ലവണ്ണം ആലോചിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എന്തു വിചാരിക്കുന്നു അത് ശരിയാണ്. അവർ വിചാരിച്ച പേര് എനിക്ക് വെച്ചു. ഞാനതിനെ ഒരു ബഹുമതിയായി കാണുന്നു. ക്ഷമയോടിരിക്കേണ്ടത് ആവശ്യമാണ്. ചില സമയത്ത് ഞാൻ അക്ഷമനാണ്. പിന്നെ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുർഷിദാബാദിൽ റോബിൻ ഹുഡ് എന്ന് വിളിക്കുന്നത്. കുറെ പേര് അതും പറഞ്ഞിട്ടുണ്ട്. അതും ശരിയാണ്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാ അങ്ങനെ ഒരു പേര് കിട്ടിയിട്ടുണ്ടല്ലോ, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് ശരിയാണ്. പക്ഷെ താങ്കൾക്ക് ഷോലെ എന്നുള്ള സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടു. പിന്നെ പല പ്രാവശ്യവും അത് കണ്ടെന്നും ഞാൻ അറിഞ്ഞു. എന്റെ ഈ പ്രായത്തിലുള്ളവർക്ക്, ഈ വയസ്സിൽ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ എനിക്ക് തോന്നുന്നത് എന്തെന്നാൽ ഷോലെ പോലുള്ളൊരു പടത്തെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടാകും. 10-12 പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടാകും. എന്തുകൊണ്ടാൽ ഇന്നുകൂടി
ഷോലെ പോലുള്ളൊരു പടം വളരെ എന്റർടൈനിങ്ങുമാണ്, വളരെ സൂപ്പറുമാണ്, മനം കവരുന്നൊരു സിനിമ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. ഇപ്പോഴും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ പോയി കാണും. ഞാൻ എന്തിനാണ് ഇത് ചോദിച്ചതെന്ന് വെച്ചാൽ താങ്കളുടെ നിയോജക മണ്ഡലത്തിൽ അവിടെയുള്ള ജനങ്ങൾ അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, മോനെ ഉറങ്ങരുത്, അതിരഞ്ജൻ ചൗധരി വരുമെന്ന് പറയാറുണ്ടെന്ന്. ഇത് നോക്കൂ, അത് പിന്നെ ചില സമയത്ത് ചില വിമർശനങ്ങൾ ഉണ്ടാകും. അത് ശരിയല്ല. ഒരു പക്ഷെ താങ്കൾക്ക് എവിടുന്നെങ്കിലും കിട്ടിയിട്ടുള്ള അറിവായിരിക്കാം. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് അങ്ങനെ ആരും വിചാരിക്കാതിരുന്നാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ജനങ്ങളുടെ സ്നേഹവും അവരുടെ അനുഗ്രഹവുമാണ് എനിക്ക് വേണ്ടത്. അതുമാത്രമല്ല, ജനങ്ങളുടെ എല്ലാ കാലത്തെയും സപ്പോർട്ടുമാണ് ആവശ്യം. എനിക്ക് ഈ ആപ്കി അദാലത്ത് എന്ന ഈ പരിപാടിയിലേക്ക് വരാൻ ഭാഗ്യം കിട്ടിയെന്ന് തോന്നുന്നു. അത് സത്യമാണോ? താങ്കൾ ആദ്യം നെക്സലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു, വളരെ ആക്രോശപ്പെടുന്ന ആളാണ്, റിബലായും പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സത്യമാണ്. നിങ്ങൾക്കൊരുപക്ഷെ അറിയുമായിരിക്കും, ബംഗാളിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ നക്സൽ എന്ന് പറഞ്ഞാൽ, അതായത് നക്സലൈറ്റുകളുടെ സാന്നിധ്യം അറിഞ്ഞിരുന്നു. ആ സമയത്ത് അവിടെ ഒരു സ്ഥലമുണ്ടായിരുന്നു. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ നല്ല കാര്യങ്ങൾ നടക്കും, നന്മകൾ നടക്കുമെന്നൊക്കെയാ. ദരിദ്രർക്ക് വേണ്ടി പ്രശ്നങ്ങളുണ്ടായിട്ടും കഷ്ടങ്ങളുണ്ടായിരുന്നിട്ടും മുക്തി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഒരു നല്ല വഴി കണ്ടെത്താമെന്നും വിചാരിച്ചു. അതിൽ ചേർന്നാൽ എന്താണ് കുഴപ്പമെന്ന് തോന്നി. പക്ഷേ അപ്പോൾ പോലും ഞാൻ കൂടുതൽ പ്രവർത്തിച്ചിരുന്നില്ല. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു ഗ്രാമപ്രദേശമായിട്ടുള്ള സ്കൂളിൽ, ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. സോ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് അതിനു മാത്രമുള്ള ആലോചനകളോ തീരുമാനങ്ങളോ ഇല്ലായിരുന്നു. ചെറിയ വയസ്സ്, ചോരത്തിളപ്പ്, ഒരു ചില കാര്യങ്ങളോട് വളരെ കോപമായിരുന്നു. എല്ലാം ഒരേ സമയത്ത് വരുമായിരുന്നു. അങ്ങനെ ഒരു വേഗത്തോടുകൂടി, അങ്ങനെ ഒരു ആക്രോശത്തോടുകൂടി 14ാമത്തെ വയസ്സിൽ ഒരു കൊലപാതകം ചെയ്ത് ജയിലിലും പോയിട്ടുണ്ട്. ആരാണ് ഈ കഥകളൊക്കെ താങ്കളോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതായത് ഞങ്ങൾ പോരാട്ടം നടത്തിയിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ തോക്കും കൊണ്ട് വന്നിട്ടുണ്ട്. ശരിയാണ്, ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ചെറുപ്രായത്തിൽ ജയിലിൽ പോലും പോയിട്ടുണ്ട്. ഒരു തടവുപുള്ളിയായിട്ട് 6-7 വർഷം ജയിലിലുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, താങ്കളെ എന്നാണോ അറസ്റ്റ് ചെയ്ത് അന്ന് താങ്കളുടെ സഹോദരിയുടെ കല്യാണമായിരുന്നെന്ന് കേട്ടു. അതെ, എന്റെ സഹോദരിയുടെ കല്യാണം, അതിനാ വന്നിരുന്നത്. അന്ന് സഹോദരിയുടെ കല്യാണം വളരെ ഗംഭീരമായി നടന്നു. അതിൽ പങ്കെടുക്കാമെന്ന് കരുതിയാ ഞാനവിടെ പോയത്. അവിടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നിരുന്നത്. അവിടെ വന്നതുകൊണ്ട് താങ്കൾ പിടിക്കപ്പെട്ടു. അവർക്ക് അവസരം കിട്ടി. അവർ ആ അവസരത്തെ ശരിക്കും വിനിയോഗിക്കുകയാണ് ഉണ്ടായത്. എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. പിന്നെ താങ്കൾ 14ാമത്തെ വയസ്സിൽ ജയിലിൽ പോയി അവിടെ 7 അല്ലല്ല, വർഷം ഉണ്ടായിരുന്നു. 14 അല്ല, 15 വയസ്സ്. വയസ്സാ? അതെ. അപ്പൊ താങ്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഇല്ലില്ല, പഠിപ്പിനോടൊക്കെ എന്നേ വിട പറഞ്ഞു. ഞാൻ സമയത്ത് സ്കൂളിൽ പോയ ചരിത്രമൊന്നുമില്ല. അതും ഈ ഗവൺമെന്റ് സ്കൂളിൽ. ഒരുപാടൊന്നും ഞാൻ പഠിച്ചിട്ടുമില്ല. പക്ഷെ എത്ര കഠിനമായ ചോദ്യമാണെങ്കിലും ഞാനിതിന് ഉത്തരം പറയാൻ തയ്യാറായിരുന്നു. അതിനും പഠിപ്പിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. എങ്കിലും പല കാര്യങ്ങളും അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം അനുഭവമാണ് ഗുരു. ഞാൻ ഒരുപാടൊന്നും പഠിച്ചില്ല, താങ്കളെപ്പോലെ ബുദ്ധിപൂർവമായും പെരുമാറിയിട്ടില്ല ഒരു കാലത്തും. ഇംപേഷ്യന്റ് ആയിട്ടിരിക്കാൻ കാരണം താങ്കളുടെ നെഞ്ചിലുള്ള ആ ഉണ്ട്, വെടിയുണ്ടാണെന്ന് അടയാളങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായും ഉണ്ട്, സത്യമായിട്ടുമുണ്ട്. സംഘർഷം എന്ന് പറയുമ്പോൾ ഞാനൊരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുമായിരുന്നു. സത്യത്തിനു വേണ്ടി, ന്യായത്തിനു വേണ്ടി. ആ സമയത്താണ് ഷൂട്ട് ചെയ്തത്. ആരെന്ത് ചെയ്താലും എനിക്കതൊരു പ്രശ്നമേ അല്ലായിരുന്നു. വെടികൊണ്ടപ്പോ താങ്കളും തിരിച്ച് വെടിവെച്ചെന്ന് കേട്ടു. വെടിവെച്ചിട്ടില്ല, വെടി കൊണ്ടിട്ടുണ്ട്. ഒരു ചില നേരത്ത് വെടിവെച്ചിട്ടുമുണ്ട്. ഭയപ്പെടുത്താനായി, നേർവഴിക്ക് നയിക്കാനായി, മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനായി. പിന്നെ താങ്കൾ 7 വർഷം ജയിലിലുണ്ടായിരുന്നു. 1996-ൽ മറ്റൊരു കുറ്റാരോപണം താങ്കളുടെ മേലുണ്ടായി. ഒരു CPM ലീഡറിനെ കൊന്നെന്ന് പറഞ്ഞു. അതായത് അത് പിന്നെ പാർട്ടിയിൽ നടന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യത്യാസമുള്ളതാ. അത് നോക്കിയ, മുഖ്യമായിട്ടും ബംഗാളിനെ നോക്കിയാൽ, ഇന്ത്യയിൽ പല സ്ഥലത്തും അങ്ങനെ നടന്നിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ രാഷ്ട്രീയ നില വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷമായിരിക്കുന്നത് ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് അത് വലിയ തലവേദനയായിരിക്കും. ചില സമയം ഞങ്ങൾക്കെതിരെ ഒരു ആധാരവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ കൂടെ എനിക്കെതിരെ കേസുകളുണ്ട്, ഒരുപാട് കേസുകളുണ്ട്.
നിറയെ താങ്കൾക്കെതിരായ കേസ് ഇട്ടിട്ടുണ്ട്. കേസിന്റെ ഒക്കെ ഞാൻ ടോട്ടൽ നുണയല്ല ലിസ്റ്റ് എന്റെ പറയുന്നത്. കയ്യിലുണ്ട്. ആ? താങ്കൾക്കെതിരായ കേസിന്റെ ടോട്ടൽ അതെ ലിസ്റ്റ് അതെ, ഉണ്ട്. കോടതിക്കല്ലേ വന്നിരിക്കുന്നത്. ഒരു കണക്കിന് ഞാൻ ശരിയായ കോടതിയിൽ മറുപടി പറയാനല്ലേ വന്നിരിക്കുന്നത്. നിങ്ങൾ ചോദിച്ചുകൊള്ളൂ. യഥാർത്ഥ അദാലത്തിന്റെ സമയത്ത് താങ്കൾ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും അല്ലേ? അതെ. കാരണം ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അത് വേറെ വിഷയം. ഒരു കോടതിക്ക് പോവുകയെന്ന് പറഞ്ഞാൽ എനിക്കും കൂടി ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ പിന്നെയും പിന്നെയും ജനങ്ങളുടെ കോടതിയിൽ പോകാൻ ആഗ്രഹിക്കുന്നു. സന്തോഷമേ ഉള്ളൂ. താങ്കൾ എന്തൊക്കെ ചോദ്യം ചോദിച്ചാലും ഞാൻ അതിനൊക്കെ മറുപടി പറയും. അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. ഇവിടെ ആര് വേണമെങ്കിലും ഇരുന്നു കൊള്ളട്ടെ. സഹോദരി സഹോദരന്മാർ ആരായിരുന്നാലും ശരി, നമ്മളെക്കാളും മുതിർന്നവരായിരുന്നാൽ പോലും ശരി, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചോദ്യങ്ങൾ അതായത് വേണമെങ്കിലും ചോദിക്കാം. 2005 ഒരു കുറ്റാരോപണം ഉണ്ടായിരുന്നു, ഡബിൾ മർഡർ. ആ, ഡബിൾ ട്രിപ്പിൾ എന്നൊക്കെ പറയാമല്ലോ. അതിനെന്താ? മർഡർ വിഷയമാകുമ്പോ ആൾക്കനുസരിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പരത്തും. നോക്കൂ, അതെല്ലാം ശരിയായ കാര്യങ്ങളല്ല. ആരെങ്കിലും പാർട്ടിക്കെതിരായി പ്രവർത്തിച്ചാൽ ദേഷ്യം വരുമല്ലോ. ഞാൻ പക്ഷെ വിചാരിക്കുന്നത് എന്താണെന്നാൽ ഈ കോടതിയിൽ ഇരിക്കുമ്പോൾ സത്യസന്ധമായി, അതായത് നിയമത്തെ അനുസരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, അതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് ശിക്ഷ കിട്ടണം. പിന്നെ ഷോലെ സിനിമ കാണിക്കുന്ന പോലെ താങ്കൾക്ക് ശരിയും തോന്നുന്നുണ്ടോ ഇങ്ങനെ ജയിലിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരുന്നത്? ഞാൻ ജയിലിൽ ഒരുപാട് തവണ പോയിട്ടുണ്ട്. അതായത് അത് താങ്കൾ കാണുന്ന പോലെയല്ല. ഞാനതിനെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടാണ് കാണുന്നത്. ആ. പക്ഷെ താങ്കൾ യഥാർത്ഥത്തിൽ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ? ഞാൻ കൊന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കോടതിയിൽ എന്തിനു പറയണം? ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കാണാൻ പറ്റുമോ? നിങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ടാകുമോ? ഞാൻ അത്തരത്തിലുള്ള ആളല്ല. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കി തരാം. പിന്നെ താങ്കളുടെ ഇലക്ഷൻ അഫിഡേവിറ്റിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് താങ്കളുടെ പേരിൽ മൊത്തം 26 ആ. കേസുണ്ടെന്നും അതിൽ ധാരാളം മർഡർ കേസുണ്ട്. ഒരുപാടുണ്ട്. അതുമാത്രമല്ല, പറയിപ്പിക്കുകയാണല്ലോ. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ മർഡർ കേസിലൊക്കെ എനിക്കെതിരെ, മർഡർ കേസിൽ നിയമം തെറ്റിച്ചതിൽ എനിക്കെതിരെ വിചാരണ നടത്തുമെങ്കിൽ ഞാൻ തയ്യാറാണ്. ഇപ്പോൾ കൂടി നിങ്ങൾക്കത് ചെയ്യാം. സത്യത്തിൽ ഇതിനൊക്കെ തയ്യാറായി തന്നെയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ ചുറ്റുപാടിൽ ദയവീത് ആരും തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതൊരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അതാണ് സത്യം. എതിർക്കുന്നത് കുറ്റമൊന്നുമല്ല. അതായത് എന്താ പറയാ, അന്യായവുമല്ല അനീതിയായ കാര്യവുമല്ല. അത് ശരിയാണ്. എതിർക്കുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയൂ. ശക്തിയും പ്രാപിക്കാം. മാത്രവുമല്ല, എതിർപ്പ് പറയുമ്പോൾ പോലും പലവിധ മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. അതാർക്ക് വേണമെങ്കിലും ചെയ്യാം. ആധാർ കാർഡൊന്നും വേണ്ട, ബാക്ക്ഗ്രൗണ്ടും വേണ്ട. അതുപോലെ പല കേസുകളും ഉണ്ട്. പബ്ലിക് സർവന്റിനെ കൊന്ന കേസ്. സാർ, അതൊക്കെ വെറുതെ സാർ. താങ്കൾ എവിടുന്ന് ഇതൊക്കെ പറയുന്നതെന്നാ? ഇതാ നോക്കൂ, ഇത് താങ്കൾ സബ്മിറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ അങ്ങനെയാണോ? എഴുതിയിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ തെറ്റാവാം. പിന്നെ മറ്റൊരു കേസുള്ളത് താങ്കൾ തോക്ക് മോഷ്ടിച്ചതിന്. അതെ, ശരിയാണ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. പലതവണ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞതാണല്ലോ. ചെയ്തെങ്കിൽ ചെയ്തെന്ന് പറയും. അത് മറിച്ചു പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. മൂടി വെക്കേണ്ട കാര്യവും എനിക്കില്ല. താങ്കളുടെ കണക്കനുസരിച്ച് എത്ര കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്? നോക്കണം. കണക്കിൽ ഞാൻ വീക്കാ. കണക്ക് എനിക്കറിയില്ല. ഒരുപക്ഷെ താങ്കളെപ്പോലെ ഒരു വക്കീൽ എനിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്നും പറയേണ്ടി വരില്ലായിരുന്നു. എനിക്ക് രജത് സാറിനെ പോലെ ഒരു വക്കീലിനെയാണ് ആവശ്യം. പക്ഷേ താങ്കളുടെ ഇലക്ഷൻ അഫിഡവിറ്റ് ഇല്ലേ, ഉം. അതിൽ നോക്കിയാൽ ഫൈനൽ ആ, ക്രിമിനൽ കേസിന്റെ നോക്കൂ, ലിസ്റ്റ് ഉണ്ട്. തീർച്ചയായും. ഇതാ നോക്കൂ, ഈ വർഷം 90% കേസും ഡമ്മി ആയിട്ടാണ് പോയത്. ഈ പ്രാവശ്യം ഞാൻ ഇലക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ കൂടി ഞാൻ ഈ അഫിഡവിറ്റ് കൊടുത്തേ മതിയാകൂ. അപ്പൊ നോക്കുകയാണെങ്കിൽ 90% പക്ഷെ ഉണ്ടായിരിക്കില്ല. അതിൽ ധാരാളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അതിൽ 2013 ഫെബ്രുവരിയിൽ ഒരു പ്രശ്നം നടന്നിരിക്കുന്നു. ഗവൺമെന്റ് വണ്ടിയുടെ മോളിൽ കയറി താങ്കൾ പ്രക്ഷോഭം ആ, അതെ നടത്തിയിരിക്കുന്നു. അതെ. പിന്നെ സപ്പോർട്ട് ഓഫ് ദി DM ഓഫീസിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ താങ്കൾ താങ്കളുടെ ഷർട്ട് എടുത്ത് ചുറ്റി എറിഞ്ഞിരിക്കുന്നു. ഇല്ല, അതായത് ഗാംഗുലിയെ അതെന്താ പോലെ. കാര്യമെന്ന് വെച്ചാ, ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാ, ഒന്നും അടിച്ചുടയ്ക്കാതെ ശാന്തമായി പോരാടാനാണ് ഞാൻ പറയാറ്. പിന്നെ അപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ശാന്തരായിരിക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഐ വാസ് ട്രൈയിങ് ഹാർഡ് ടു പെസിഫൈ ദി അജിറ്റേറ്റിംഗ് മോബ്സ്. എന്താണെന്നാൽ ഞാൻ ശാന്തിയാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു വണ്ടിയുടെ മുകളിൽ കയറി നിന്ന് ജനങ്ങളോട് ശാന്തരായിരിക്കുവാൻ പറയുകയാണ് ഉണ്ടായത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങി പ്രതിഷേധിക്കണം. ഇപ്പൊ അതിനായിട്ട് കലക്ടർ സാറായിക്കോട്ടെ, DGയോ IG ആരോ ആയിക്കോട്ടെ, അവരുടെ വീടുകളിൽ പോയി പ്രതിഷേധിക്കാനാണെങ്കിൽ പോലും തീർച്ചയായും പോകാറുണ്ട്.
ഇപ്പോഴും ഞാൻ പോകാൻ തയ്യാറാണ്. അതിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ആ, ഒരു ചിന്തയുമില്ല. അതെല്ലാം ഫോളോ ചെയ്തിട്ടാണ് ഇരിക്കുന്നതും. ഇപ്പൊ കൂടെ അത് ചെയ്യണമെങ്കിൽ പോലും ഞാൻ തയ്യാറാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. വളരെ നല്ല കാര്യം, കാരണം താങ്കൾ അത് അംഗീകരിച്ചല്ലോ, ചെയ്തുകൊണ്ടേ ഇരിക്കുന്നെന്നും പറയുന്നു. ആ, തീർച്ചയായും ചെയ്യുന്നുണ്ട്. താങ്കൾ എപ്പോഴും ഇംപേഷ്യന്റ് ആണ്, തീർച്ചയായും പോരാട്ടങ്ങൾ നടത്താൻ തീർച്ചയായും. തയ്യാറാണ്. എന്തുകൊണ്ടാണ് ഞാൻ ക്ഷമയോടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് ഞാൻ എപ്പോഴെല്ലാം എൻ്റെ നില എവിടെയെങ്കിലും എന്തെങ്കിലുമോ അന്യായം നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എതിർപ്പ് നടക്കുന്നുണ്ടെങ്കിൽ, നേരിട്ട് പോയി കമ്പി എണ്ണേണ്ടി വന്നാലും ശരി, അടികൊള്ളേണ്ട നില വന്നാലും ശരി, മറുപടിയും എന്നെ ഷൂട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാലും ശരി, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു പ്രശ്നമേ അല്ല. എനിക്ക് ഭയവുമില്ല.